നമസ്കാരം. മനോരമ ന്യൂസ് മേക്കർ 2008 ഫൈനൽ റൗണ്ട് വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഈ ഘട്ടത്തിൽ പ്രാഥമിക റൗണ്ടിൽ നിന്ന് പ്രേക്ഷകർ തന്നെ തിരഞ്ഞെടുത്ത 4 വാർത്താ താരങ്ങളെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഞങ്ങൾ. ഒപ്പം അവരുടെ 2008 വാർത്താ സംഭാവനകൾ വിലയിരുത്തുകയും ചെയ്യുന്നു. ഇന്ന് ഈ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് കായിക രംഗത്ത് നിന്ന് നിങ്ങൾ വാർത്താ താരമായി തിരഞ്ഞെടുത്ത എസ് ശ്രീശാന്ത്. ശ്രീശാന്തിന് ഒരു മുഖവുര ആവശ്യമില്ല. പക്ഷേ 2008 പിന്നിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ 2 മുഖങ്ങൾ ടെലിവിഷനിലൂടെയും വാർത്തകളിലൂടെയും നാം കണ്ടു. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ത്രിരാഷ്ട്ര ക്രിക്കറ്റ് പരമ്പര ജയിച്ച് മാൻ ഓഫ് ദി മാച്ചായി വിജയ് ശ്രീലാളിതനായി തിരിച്ചെത്തിയ ശ്രീശാന്ത്, 14 ടെസ്റ്റുകളിൽ നിന്ന് 50 വിക്കറ്റ് നേടിയ ശ്രീശാന്ത്, IPL ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ ഇന്ത്യൻ ബോളറായി മാറിയ ശ്രീശാന്ത്, IPL തന്നെ 2.5 കോടി രൂപ പ്രതിഫലം വാങ്ങിയ ശ്രീശാന്ത്, അഗ്രസീവായ ഒരു ക്രിക്കറ്ററുടെ പ്രതിച്ഛായ പകർന്നു നൽകുന്ന ഈ മുഖം ഒരു വശത്ത്, അതേസമയം തന്നെ IPL തന്നെ ദൗർഭാഗ്യകരമായ ഒരു നിമിഷത്തിൽ ഹർഭജൻ സിംഗിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന ശാരീരികമായ ആഘാതത്തിൽ പൊട്ടിക്കരയേണ്ടി വന്ന ശ്രീശാന്ത്. ഒരുപക്ഷെ ഈ 2 മുഖങ്ങളിൽ 2008 ശ്രീശാന്ത് ഏതാണ്? അതാണ് നമുക്കറിയേണ്ടത്. അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് ചോദിച്ചറിയേണ്ടത്. ഈ സംഭാഷണത്തിൽ എന്നോടൊപ്പം പങ്കുചേരുന്നത് പ്രശസ്ത മാധ്യമപ്രവർത്തകൻ ശ്രീ കെ പ്രദീപ്, എറണാകുളത്തെ പ്രശസ്ത അഭിഭാഷകയും കായിക നിരീക്ഷകയുമായ അഡ്വക്കേറ്റ് സരിത, ശ്രീ അൽഫോൺസ് കണ്ണന്താനം MLA, ഒപ്പം കായിക നിരീക്ഷകൻ ശ്രീമതി മേഴ്സിക്കുട്ടൻ, ഒളിമ്പ്യൻ. കൂടാതെ ശ്രീശാന്തിനെ സ്നേഹിക്കുന്ന, കായിക രംഗത്തെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളും നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കുചേരുന്നു. നമുക്ക് ശ്രീശാന്തുമായി സംസാരിക്കാം. ആക്രമണോത്സുകമായ യുവത്വം, ഒപ്പം പൊട്ടിക്കരയുന്ന കുട്ടി, ഇതിലേതാണ് ശരിക്കുള്ള ശ്രീശാന്ത്? ഏതൊരു ശരിക്കും IPL നടന്നത് ശരിക്കും ഒരു അൺഫോർച്ചുനേറ്റ് ഇവൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടായിരുന്നു. കാരണം മേ ബി ഇറ്റ്സ് മോർ ഓഫ് ഇറിറ്റേഷൻ. അതുകൊണ്ട് കരയുന്ന ശ്രീശാന്താണോ കൺഫ്യൂസ്ഡ് ആണ്. കാരണം ഇറ്റ് വാസ് മോർ ലൈക്ക് ഫാമിലിയിലൊരു സംഭവം പോലെ ആയിരുന്നു. അപ്പം അഗെയിൻ അൺഫോർച്ചുനേറ്റ്ലി ഗ്രൗണ്ട് സംഭവിച്ചുകൊണ്ട് അതൊരു ഫുൾ വേൾഡ് കണ്ടു, ഞാൻ കരയുന്നൊരു മുഖം കണ്ടു. പക്ഷേ ഏതൊരു ഐ തിങ്ക് ഞാൻ ശരിക്കും പറയണ എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത് നമ്മൾ ഗ്രൗണ്ടിലാണ്. കാരണം ഐ ആം എ നോർമൽ ഹ്യൂമൻ ബീയിങ്. അപ്പോൾ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിൽ ഒരു സിമ്പിൾ മാനിൽ ഒരു അത്ര ഹാർഡ് വർക്ക് ചെയ്ത് ഒരു ചെറിയൊരു കാക്കൂരെന്ന ഗ്രാമത്തിൽ നിന്ന് കളിച്ച് കുറേ കഷ്ടപ്പാടുകളും എൻ്റെ അച്ഛനമ്മ മുതൽ ചേട്ടനും ചേച്ചി അങ്ങനെ എല്ലാവരുടെയും എല്ലാം കഴിഞ്ഞ് വന്നൊരു ലെവലിലെത്തി കളിക്കുമ്പോൾ സംതിങ് ലൈക്ക് ദാറ്റ് ഹാപ്പൻസ്. അത് ശരിക്കും ഹേർട്ട് തന്നെ ചെയ്തത്. അതാണ് ഒരു ഹിറ്റിന് കിട്ടിയേക്കാളും പെയിൻ ഇറ്റ് വാസ് മോർ ലൈക്ക് ബ്രദർ. അത് ബജ്ജിപ്പ എന്നോട് അങ്ങനെ ചെയ്തല്ലോ എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അത് ഓൾമോസ്റ്റ് 30 seconds ലേറ്റർ ഞാൻ അകത്ത് പോയിട്ടാണ് റിയലൈസ് ചെയ്തത് ഇറ്റ് വാസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മറന്നേ പോയി. കാരണം ഗ്രൗണ്ടിൻ്റെ അകത്താണ് പ്രസൻസ്. ശ്രീശാന്ത് ഒരു റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ക്രിക്കറ്റർ കരയുന്നത്. പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് എന്നോട് എൻ്റെ അച്ഛനാണ്, ഐ മീൻ ഈസ് മൈ ഐഡൽ. അപ്പോൾ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞതും ഇറ്റ് ടേക്സ് എ മാൻ ടു ക്രൈ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ബോത്ത്. ഐ മീൻ അഗ്രസീവ് വിത്ത് എ സിമ്പിൾ മാൻ വിത്ത് സിമ്പിൾ തോട്ട്. കരിയറിൽ ഈ 2008 ആദ്യ നാളുകളിൽ, പക്ഷേ മാർച്ച് ഏപ്രിൽ വരെയുള്ള IPL കഴിയുന്നത് വരെയുള്ള ഘട്ടങ്ങളിൽ ശ്രീശാന്തിന് ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതിനുശേഷമുള്ള നാളുകളിൽ ടീമിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു പല കാരണങ്ങളാൽ. അതുകൊണ്ട് തന്നെ 2008 ശ്രീശാന്ത് സ്വയം വിലയിരുത്തുമ്പോൾ നേട്ടത്തിൻ്റെ വർഷമായിട്ടാണോ നഷ്ടത്തിൻ്റെ വർഷമായിട്ടാണോ കാണുന്നത്? തീർച്ചയായിട്ടും നേട്ടത്തിൻ്റെ വർഷം തന്നെയാണ്. കാരണം ജനുവരിയിൽ ന്യൂ ഇയർ ഐ തിങ്ക് ഞാൻ ബാംഗ്ലൂരായിരുന്നു. അപ്പം എനിക്കൊരു ഷോൾഡർ ഇഞ്ചുറി ഉണ്ടായിരുന്നു. ഐ എം എ ഫാസ്റ്റ് ബോളർ. അപ്പോൾ ഫാസ്റ്റ് ബോളർ ഞാൻ ഇത് പാകിസ്ഥാൻ സീരീസിലാണ് സംഭവിച്ചത്, ഒക്ടോബർ നവംബർ ടൈം 2007. അത് കഴിഞ്ഞ് 2008 തുടങ്ങിയപ്പോൾ എനിക്ക് ഷോൾഡർ ഇഞ്ചുറി ഉണ്ടായിരുന്നു. അപ്പോൾ 2008 തുടങ്ങിയത് ഞാൻ പറയില്ല മോശമായ രീതിയിൽ. കാരണം ഒരു ഇഞ്ചുറി വന്ന് മാറി നിൽക്കുമ്പോഴാണ് യു ഗെറ്റ് മെച്യൂർഡ്. ആ ഒരു സമയം കഴിഞ്ഞ ശേഷം നേട്ടം എന്ന് പറയാൻ കാരണം ഓസ്ട്രേലിയയെ തോൽപ്പിക്കാൻ പറ്റുന്നത് ഒരു
ഒരു ക്രിക്കറ്റിംഗ് നേഷൻ ഏതൊരു സ്പോർട്ടാണെങ്കിലും എല്ലാവരും സ്പോർട്സിനെ കുറിച്ച് പറയുമ്പോൾ നേട്ടം എന്ന് പറഞ്ഞാൽ കാരണം ഓസ്ട്രേലിയയിൽ പോയി അവരുടെ സ്ഥലത്ത് തോൽപ്പിക്കാൻ പറ്റിയ ഒരു ടീമിൽ അംഗമായതും ഫൈനലിൽ 2 വിക്കറ്റ് മെയിൻ ക്രൂഷ്യൽ മൈക്ക് ഹസ്യു ബാറ്റ് ചെയ്യുമ്പോൾ 58-ൽ ധോണി പറഞ്ഞ് പ്ലാൻ ചെയ്ത് സച്ചിൻ പാജി അടുത്ത് വന്ന് പറഞ്ഞ് ആ ബോളിൽ തന്നെ ഔട്ടാക്കാൻ പറ്റിയതിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഡ്രീം കം ട്രൂ തന്നെയാണ്. അപ്പോൾ അത് ജയിച്ചതിന് ശേഷം അവിടുത്തെ റെസ്പെക്റ്റ് കിട്ടിയത്, തിരിച്ചു വന്നു, IPL തുടങ്ങി. തുടക്കത്തിൽ എനിക്ക് 4 മാച്ചിൽ ഐ ഹാഡ് 1 വിക്കറ്റ് വിത്ത് എ വെരി ബാഡ് എക്സ്പീരിയൻസ് വിത്ത് ദ സ്ലാപ്പ് ഗേറ്റ് ഇഷ്യൂ. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ ഒരു ലെവലിൽ നിന്ന് IPL ഹയസ്റ്റ് ഇന്ത്യൻ വിക്കറ്റ് ടേക്കർ ആവാൻ പറ്റിയതും അതും കോട്ട്ബി ഹെയ്ൻസ് ആൻഡ് LBW തന്നിട്ടുണ്ടെങ്കിൽ ഐ ഷുഡ് ഹാവ് ബീൻ സം 33 വിക്കറ്റ്സ് വേർ നോബഡി ഷുഡ് ഹാവ് ബീൻ നിയർ മീ. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതിനുശേഷം വീണ്ടും ഞാൻ ഇഞ്ചേർഡ് IPL കഴിഞ്ഞ ശേഷം ഞാൻ കളിച്ചിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നേട്ടത്തിൻ്റെ ഇയറാണ്. കാരണം എക്സാക്ട്ലി ലാസ്റ്റ് 6 months വർക്കൗട്ട് ചെയ്തും ട്രെയിനിങ് വൈസ് ഒരു സേവിങ്സ് അക്കൗണ്ട് പോകാനാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഫിറ്റസ്റ്റ് അൺഫിറ്റായിരുന്നു ആ 6 months. അപ്പം 6 months കഴിഞ്ഞ് NCAയിൽ ട്രെയിനിങ്ങിലെല്ലാം കണ്ട് എനിക്ക് തോന്നുന്നു ബിഗ് അഡ്വാൻറ്റേജ്. ഇപ്പോൾ ഞാൻ ഇനി അടുത്ത മാച്ച് കളിക്കുമ്പോൾ ഇപ്പോൾ 2 മാച്ച് പ്രാക്ടീസ് മാച്ച് ക്ലബിന് വേണ്ടി കളിക്കാൻ വന്നിരുന്നു, രഞ്ജി ട്രോഫി കളിക്കാൻ പോകണം. അപ്പം എനിക്ക് തോന്നുന്നു 2000 ഇറ്റ് വാസ് എ ബിഗ് ശരിക്കും ഒരു നേട്ടത്തിൻ്റെ വർഷം. മാറി നിന്ന കാലയളവിൽ പോലും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ട് തന്നെ ഇത് നേട്ടത്തിൻ്റെ വർഷമായി ശ്രീശാന്ത് കാണുന്നു എന്നാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ പ്രദീപ്, 2008-ൽ ശ്രീശാന്തിൻ്റെ ക്രിക്കറ്റ് സംഭാവനകളെ താങ്കൾ എങ്ങനെ വിലയിരുത്തും? ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് താങ്കൾ ശ്രീശാന്തിനോട് എന്ത് ചോദിക്കും? അല്ല, ഇതൊരു കരിയർ തുടങ്ങിയ ശ്രീശാന്തിൻ്റെ ഏറ്റവും നല്ല വർഷമായിട്ട് എനിക്ക് കണക്കാക്കാൻ സാധിക്കില്ല. ഒരു ഫാസ്റ്റ് ബോളർക്ക് പറ്റാവുന്ന ഏറ്റവും വലിയൊരു കഷ്ടമാണ് ഒരു ഇഞ്ചറി എന്ന് പറയുന്നത് സത്യം. പക്ഷേ ഇവിടെ